എന്തുകൊണ്ട് ഗോത്രപിതാവായ യാക്കോബ് ലേവിയെ, സ്വന്തം മക്കളെ ശപിച്ചു? അതിന് കാരണമുണ്ട്. ബേഥേലിൽ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട യാക്കോബ് ബേഥേലിൽ ആരാധിക്കേണ്ടതിന് പകരം ശേഖേമിൽ പോയി കൂടാരക്കുറ്റി അടിച്ച് അവിടെ ആരാധന ആരംഭിച്ചു. എല്ലാരെയും കളിപ്പിച്ചതുപോലെ ദൈവത്തെ കളിപ്പിക്കാമെന്ന് യാക്കോബ് ചിന്തിച്ചു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, എല്ലാരെയും കളിപ്പിച്ചതുപോലെ എന്നെ കളിപ്പിക്കാൻ ഒക്കില്ല. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, നോക്കിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഒരുവനെ നോട്ടമിട്ടാൽ അവനെ പിടിക്കാതെ മാറത്തില്ല. ഓ സ്വതന്ത്രം! അതല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ വിട്ടുപോയിട്ടും പുറയിന്ന് നടന്ന് പിടിച്ചിവിടെ കൊണ്ടിരുത്തി. സ്തോത്രം! തമ്പുരാൻ പറഞ്ഞു, നിന്നെ ഞാൻ എത്തിക്കും. ഈ രാത്രി കുന്നംകുളംകാരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം നിന്നെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവന്നിരിക്കും. ശക്തിയോടെ സ്തോത്രം പറ, ഇവിടെ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ യാക്കോബ് ബേഥേലിൽ ആരാധിക്കേണ്ടവൻ ശേഖേമിൽ പോയി കൂടാരക്കുറ്റി നാട്ടി. ആരാധിക്കേണ്ടത് ശേഖേമിലല്ല, ആരാധിക്കേണ്ടത് ബേഥേലിലാണ്. ആരാധിക്കേണ്ടത് നീ ഇച്ഛിക്കുന്നിടത്ത് നിന്നല്ല, ദൈവം കൽപ്പിക്കുന്നിടത്ത് നിന്നാണ്. ആരാധിക്കേണ്ടത് നിന്റെ അവസ്ഥയ്ക്കൊത്തല്ല, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്താണ്. അപ്പൊ ശേഖേമിൽ താമസിച്ചോണ്ട് എന്ത് പറ്റിയത്? ഇവിടെ ഒറ്റ ഒരു മോളെ ഉള്ളായിരുന്നു. ഒരു വീട് വിസിറ്റിന് പോയതാ, ആകപ്പാടെ പ്രശ്നമായി. അതുകൊണ്ട് എന്ത് പറ്റി? മക്കൾ കൊലപാതകന്മാരായി. അപ്പനവരെ ശപിക്കേണ്ടി വന്നു. ഒരു ദൈവ പൈതൽ ഒരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ അടുത്ത സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, അടുത്ത ജിംനേഷ്യം ഉണ്ടോ, കോളേജ് ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആരാധിക്കാൻ ഒരിടമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തടത്ത്, ശ്രദ്ധിച്ചു കേൾക്കണം, ദൈവമക്കൾ പാർക്കാൻ പാടില്ല. ദൈവത്തിന് ഹിതമില്ലാത്ത കൂട്ടുകെട്ട് നിനക്കുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. മുന്നറിയിപ്പ് കൂടാതെ ഏതു നിമിഷവും ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കും ദൈവദൂതന്മാർക്കും നിന്റെ വീട് സന്ദർശിപ്പാൻ കഴിയണം. ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? അപ്പൊ നിനക്ക് കാര്യമില്ലാത്തടത്ത് നിന്നെ കാണരുത്. ബിലയാമിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഇവര് ആര്? കുഞ്ഞെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ട് നിനക്കുണ്ടാകരുത്. സ്തോത്ര! ശക്തിയോട് കേൾക്കണം. ലോത്ത് പാർത്ത് പോലുള്ള സ്ഥലത്ത് നീ പോയി പാർക്കരുത്. കൂട്ടുകാര് മാത്രമല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മെസ്സേജ് നിന്റെ മൊബൈലിൽ വരരുത്. ദൈവത്തിന് ഹിതമില്ലാത്ത പിക്ചറുകൾ നിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നീ പോയിരിക്കരുത്. നിന്റെ അപ്പൻ നിന്നെ കാണാത്തപ്പോഴും, നിന്റെ അമ്മ നിന്നെ കാണാത്തപ്പോഴും, നിന്റെ ഭാര്യ നിന്നെ കാണാത്തപ്പോഴും, നിന്റെ പാസ്റ്റർ നിന്നെ കാണാത്തപ്പോഴും നിന്നെ കാണുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഒന്ന് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഞങ്ങൾ ദൈവദാസന്മാർ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചില ആളുകൾ അവിടെ കിടക്കുന്ന ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നത് കാണാം, ടീപ്പോയിന്നൊക്കെ. അപ്പൊ ദൈവദാസൻ അത് കാണരുതെന്നൊരു ബോധമുണ്ട്. എടാ, നിന്റെ ദൈവം കാണുന്ന ബോധം നിനക്കുണ്ടോ? സ്വതന്ത്രം കേട്ടില്ലല്ല. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കും പറയും, ഈ TV കണ്ടുപിടിച്ച ആളുകൾ റിമോട്ട് കൺട്രോൾ കണ്ടുപിടിച്ചത് നമ്മൾ പെന്തക്കോസുകാർക്ക് വേണ്ടിയാണെന്നാ തോന്നുന്നത്. പാസ്റ്റർ ഇങ്ങോട്ട് വന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് കോളിംഗ് ബെൽ അടിക്കുകയും പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞൊരു ഞെക്ക, മനസ്സിലായതില്ലേ? ഈ ഞെക്കേറ്റില്ലെങ്കിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് പാസ്റ്റർ കാണും. ഞെക്കേറ്റതിനായി സ്തോത്രം. ദൃഷ്ടിസേവയല്ല ആവശ്യം.
ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു. ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കും, എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇന്ന് രാവിലെ വന്ന് നടന്നല്ലോ, കാൽപാത വെണ്ണി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് നാളെ പോയി കാൽപാത വെണ്ണാവെന്ന് ചിന്തിക്കല്ലേ, വല്ലവരും കൊണ്ട് അഡ്മിറ്റാക്കും. പക്ഷേ ഞാൻ പറയാ, ഇന്ന് രാവിലെ മുതലല്ല, നീയും ഞാനും പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്റെയും എൻ്റെയും കാൽപാദം എണ്ണി ഒരുവൻ സ്വർഗത്തിലുണ്ട്. നീ എവിടൊക്കെ പോയെന്ന് നിന്റെ അപ്പൻ അറിഞ്ഞുകൂടെ, അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ, പാസ്റ്റർക്ക് അറിയില്ല, വിശ്വാസികൾക്കറിയില്ല. എന്നാൽ നിന്റെ സകല വഴികളും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ടെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കൈയൊന്നടിച്ച വായം തുറന്ന് ശക്തിയോടെ സ്തോത്രം പറ. ഓഹോ റിഖാമ സഹന, എന്റെ സകല വഴികളും എന്റെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. 34-ാം അധ്യായത്തിൽ ബ്രേസിക് ഇട്ടിട്ട് വേണമല്ലോ. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം 9-ാം വാക്യത്തിൽ യാക്കോബ് ഒരു കോംപ്രമൈസിന് തയ്യാറാക്കുകയാണ് ശേഖംകാരുമായി. മകള് വഴിവിട്ടുപോയി, എന്നാ പിന്നെ റെഡിയാകാമെന്നല്ല, കോംപ്രമൈസ്. വായിച്ചാട്ട് പാസ്റ്ററെ 34:9, ജനസിസ് 34:9, 34:9 വേഗത്തിൽ. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പാർക്കാം, ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. കോംപ്രമൈസിന് തയ്യാറാകുകയാണ്. ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരിക, വിവാഹ ബന്ധത്തിന് ഏർപ്പെടാം. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ആ സമയത്ത് ശിമയും ലേവിയും വാളെടുത്തു, വെട്ടി. പ്രമാണത്തിന് വേണ്ടിയാണ് അവർ വെട്ടിയത്. പ്രമാണത്തിന് വേണ്ടി നിന്നവനെ അപ്പൻ ശപിച്ചു, പക്ഷെ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഈ രാത്രി ഓഡിറ്റോറിയത്തിൽ വന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെയും നിന്റെ തലമുറയെയും ആര് പ്രാകിയാലും ആര് ശപിച്ചാലും ആ ശാപം മുഴുവൻ എൻ്റെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. പോരാ, ശക്തി പോരാ. നിങ്ങളുടെ സ്തോത്രത്തിന് കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാ. ഇവിടെ ചില ദൂതുകൾ നമ്മൾ മനസ്സിലാക്കണം. 34-ാം അധ്യായത്തിൽ യാക്കോബ് കോംപ്രമൈസിന് തയ്യാറാകുമ്പോൾ 24-ാം അധ്യായത്തിൽ അവന്റെ വല്യപ്പച്ചൻ അബ്രഹാം എടുത്ത ഒരു തീരുമാനത്തെ അവർ ഇടിച്ചു കളയുകയായിരുന്നു. അപ്പന്മാർ പണിത വചനാധിഷ്ഠിതമല്ലാത്ത പ്രവൃത്തി ഇടിച്ചു കളയണം. എന്നാൽ അപ്പന്മാർ പണിത വചനാധിഷ്ഠിതമായ പ്രവൃത്തി ഇടിക്കാൻ നിനക്ക് അവകാശമില്ല. അത് നിലനിർത്തണം. എന്താ അപ്പനെടുത്ത തീരുമാനം? തന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കേണ്ടി വന്നപ്പോൾ അബ്രഹാം തന്റെ മകനായ എലിയാസിനെ വിളിച്ചു പറഞ്ഞു, ഈ ചുറ്റും പാർക്കുന്ന കനാന്യ കന്യമാരിൽ നിന്ന് എന്റെ മോന് ഭാര്യ എടുക്കരുത്. നീ എന്റെ സ്വന്തം നാട്ടിൽ പോയി അവിടെ നിന്നൊരു ഭാര്യയെ കൊണ്ടുവരണം. 3 തവണ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. അതിൽ 5 മുതൽ ഒന്ന് വായിക്കണം പാസ്റ്ററെ. ഈ എലയാസർ അപ്പൊ അങ്ങോട്ട് ചോദിക്കുന്നു, വായിച്ചേ പാസ്റ്ററെ. ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ട് പോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്തത്, എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തന്റെ ദൂതനെ അയക്കും. കൈ ഉയർത്തി വാതുറന്നൊരു സ്തോത്രം പറഞ്ഞ ശക്തിയോട് ശ്രദ്ധിക്കണം. അബ്രഹാമിന്റെ തീരുമാനം കേട്ടോ. എന്റെ മോനെ പെണ്ണ് കെട്ടിയില്ലേലും വേണ്ടില്ല, വിട്ടുപോന്നിടത്തെ കൊണ്ടുപോകരുത്. ഗുണപ്പെടാത്തത് എന്റെ വീട്ടിൽ വരരുത്. എന്നാൽ അബ്രഹാമിന്റെ ധൈര്യം, നിങ്ങളോടുള്ള ദൂതായി രാത്രി എന്താ പറഞ്ഞെന്നറിയാമോ? എന്നെ എൻ്റെ പ്രദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവം, ഇതുവരെ എന്നെ നടത്തിയ ദൈവം എൻ്റെ തലമുറയെ കൈവിടില്ല. ഇതുവരെ എന്നെ കൊണ്ടുവന്ന ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കും. ഓടാമ റഖന സന്ധന റിയാന. രാത്രി എത്ര അഭിഷക്തന്മാർക്ക് വിശ്വാസമുണ്ട്? എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം, എന്നെ ഇതുവരെ നടത്തിയ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക.
എല്ലാത്തരം ചലിക്കട്ടെ ഇന്ന് രാത്രിയിൽ. എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം, ഇതുവരെ നടത്തിയ ദൈവം, ഇതുവരെ സഹായിച്ച ദൈവം എന്നെ കൈവിടുകയില്ല. കൈവിടില്ല, കൈവിടില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പുതുപ്പള്ളി ഡിസ്ട്രിക്ട് കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൈവാത്മാവ് ജനത്തോട് പറയാൻ ഒരു ദൂതുണ്ട്. അതെന്ന് പറഞ്ഞാൽ നിരാശ വർദ്ധിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥനയോടിരിക്കുക. നിങ്ങൾ കണ്ടില്ലേ, 3 കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിഷം കൊടുത്ത് ഇട്ടിരിക്കുക അപ്പൻ. തമിഴ്നാട്ടിലും കണ്ട, എവിടെയോ മലയാളിയാ എന്ന് തോന്നുന്നു, അത് തമിഴ്നാണെന്ന് അറിയില്ല. 3 കുഞ്ഞുങ്ങൾ എലിക്കുഞ്ഞുങ്ങളെ പോലെ കിടക്കുക. എന്നിട്ട് അവൻ സൈനൈഡ് കൊടുത്ത് കൊന്നിട്ട് അവൻ ഇങ്ങനെ കൊല്ലാൻ റെഡിയായി നിൽക്കുകയാണ്. അവനും ഭാര്യ ഇവിടെ ചാകാൻ പോവാ. എന്നിട്ട് പറയാം ഞങ്ങളും ചാകാൻ പോവാ. ഞാൻ ചിന്തിച്ചു, ഒരു ചെറിയ ഏതോ കടഭാരമൊക്കെയാണ്. പക്ഷെ അവനെ ആശ്വസിപ്പിക്കാൻ ആളില്ല, ധൈര്യപ്പെടുത്താൻ ആളില്ല, പ്രതിസന്ധിയിൽ അവനെ ഉറപ്പിക്കാൻ ആളില്ല. ഞാനിന്ന് രാത്രി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, വെല്ലുവിളികൾ വരാം. ഏലിയാവ് ബലഹീനനായി പോയില്ലേ? പൗലോസ് കുലുങ്ങിപ്പോയില്ലേ? ഏത് അഭിഷക്തനും ഏത് ശക്തനും പ്രതിസന്ധിയുടെ വേളയിൽ കുലുങ്ങുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ഈ ഹോളിൽ വന്ന ദൈവമക്കളോടും ദൈവദാസന്മാരോടും പറയാം, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഭർത്താവ് ക്ഷീണിതനാകാം, കുലുങ്ങാം, ക്ഷീണം വരാം, നിരാശ വരാം. അപ്പോൾ നീ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം. മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. അബ്രഹാമും ഇസഹാക്കും മോറിയാമല കയറുകയാണ്. പോന്ന പോക്കിൽ ഇസഹാക്ക് ചോദിച്ചു, അപ്പ തീയുണ്ട്, ഉറകുണ്ട്, യാഗവസ്തു എവിടെ? ചങ്കിന് കൊള്ളുന്ന ചോദ്യം. അബ്രഹാം പറഞ്ഞില്ല നീ തന്നെയാണ് യാഗവസ്തുവെന്ന്. അബ്രഹാം പറഞ്ഞു, എന്താ പറഞ്ഞത്? യഹോവയിരേ, ദൈവം കരുതും കുഞ്ഞേ, ദൈവം കരുതും കുഞ്ഞേ. നിനക്ക് പറയാൻ കഴിയുമോ പ്രതിസന്ധിയുടെ വേളയിൽ എൻ്റെ ദൈവം കരുതുമെന്ന്? എത്ര പേർക്ക് കൈ ഉയർത്തി പറയാൻ കഴിയും? എൻ്റെ ദൈവം കരുതും. വാ തുറന്ന് പറ യഹോവയിരേ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ യഹോവയിരേ. ഈ രാത്രി നീ ഹോളിൽ വന്നത് എത്ര വലിയ ഭാരത്തോടെയാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ പറ യഹോവയിരേ, എൻ്റെ ദൈവം കരുതും. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ആശ്വസിപ്പിക്കണം. എന്താ പറയേണ്ടെന്നറിയാമോ? എന്താ നീ വിളിക്കുന്നെന്ന് വെച്ചാൽ അത് വിളിച്ച് പറയണം കുഞ്ഞെ. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ, ഇതുവരെ നമ്മളെ നടത്തിയ ദൈവം, ഇതുവരെ കരുതിയ ദൈവം നമ്മെ കൈവിടുകയില്ല. ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, അച്ഛാ നമ്മെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം ഇനി നമ്മളെ കൈവിടില്ല. മക്കളെ തളരുമ്പോൾ മക്കളെ ആശ്വസിപ്പിക്കണം, കുഞ്ഞുങ്ങളെ ഇതുവരെ നമ്മളെ കരുതിയ ദൈവം ഇനി നമ്മെ കൈവിടില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പപ്പായും മമ്മിയും തളരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയണം, പപ്പ മമ്മി ഇതുവരെ കരുതിയ ദൈവം ഇനിയും നമ്മെ കൈവിടില്ല. കരങ്ങളടിച്ചാൽ മാവിൽ ആരാധിച്ചാട്ട് ഈ ടിവിയിലൂടെ ദൂരെ നിന്ന് പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, തളരുമ്പോൾ പരസ്പരം ധൈര്യപ്പെടുത്തുക. ദൈവം കരുതുമെന്ന് പറയുക. ശക്തിയോടെ ആരാധിച്ചുകൊണ്ട് പറ, കരുതുമെന്ന് പറ, ദൈവം കരുതുമെന്ന് പറ. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അതാണ് വിശ്വാസം. അബ്രഹാം പറഞ്ഞ എന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം എന്നെ കൈവിടില്ല. ആരോടൊക്കെ രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്നെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം നിന്റെ തലമുറയെ കൈവിടില്ല. വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങും നിങ്ങു വരെ സ്തോത്രം കേൾക്കണം. ദൈവത്തിന്റെ ദാസനായ യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യോസഫിന്റെ കൂടെ ഇല്ല, ബെന്യാമിന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി മാറ്റുന്നു. എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോട് പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ തലമുറയുടെ നന്മ ഞാൻ കാണാൻ പോകുന്നില്ല. എന്റെ ആയുസ്സിന്റെ തലമുറയുടെ അനുഗ്രഹം കാണാൻ പോകുന്നില്ല. എന്നാൽ തൻ്റെ കൊച്ചുമക്കളെ, യോസഫിന്റെ മക്കളെ 2 പേരെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമുണ്ട്. അത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറയും, ഹൃദയവും നിറയും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, നിങ്ങളുടെയും കണ്ണ് നിറയും. എന്താ യാക്കോബ് പറഞ്ഞെന്നറിയാമോ? ശ്രദ്ധിച്ചേ. മകനെ യോസഫേ, മകനെ യോസഫേ, നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല, എന്നാൽ നിന്റെ സന്തതിയെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി.
എനിക്കറിഞ്ഞുകൂടെ ഈ രാത്രി ദൈവാത്മാവ് ശക്തി ഇടപെടുന്നു. നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദോഷ്ടപിശാച് പറഞ്ഞെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ പറയുന്നു, നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. വിശ്വാസമുള്ള ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ, ഓടാ റൊക്കോന ഹസന റുഥുനിയാന. എൻ്റെ തലമുറയുടെ നന്മ എന്നെ കാണിക്കില്ലെന്ന് പറയുന്ന ശത്രുവിൻ്റെ മുമ്പിൽ എൻ്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരും. വിശ്വാസത്തോടെ പറ, ശക്തിയോടെ പറ. അതെ, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ശൂന്യമായി കിടക്കുന്നത് നിന്റെ തലമുറ കെട്ടിപ്പൊക്കും. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി വിളിച്ചു പറ, എന്റെ ആയുസ്സിൽ എന്നെ കൊണ്ട് സാധിക്കാത്തത് എന്റെ ദൈവം എന്റെ തലമുറയെ കൊണ്ട് സാധിക്കും. പോരാ ശക്തിയോടെ. എനിക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം എന്റെ തലമുറയെ അയക്കും. എനിക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ എന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും. പോരാ ശക്തിയോടെ. നീ വിശ്വസിക്കണം, നിന്നെ കൊണ്ട് സാധിക്കാത്ത ദൈവം നിന്റെ തലമുറയെ കൊണ്ട് സാധിക്കും. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിന്റെ തലമുറയെ ഇടപെടും. നിനക്കുയർത്താൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. പിശാച് ഇപ്പം നിങ്ങളോട് പറയും നടക്കത്തില്ലെന്ന്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പറയണം, നടക്കും. ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂതൂടെ പറയാം. ഒരു ദൂത് നിന്നോട് പറഞ്ഞാൽ, പിശാച് അവൻ്റെ 1000 ദൂതന്മാരും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും നീ പറയണം, എൻ്റെ ദൈവം പറഞ്ഞുകൊണ്ട് നടക്കും. ഒന്നുകൂടെ പറയാം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം എന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ യേശുവിന്റെ നാമത്തിൽ നീ എഴുത്, എന്റെ ദൈവത്താൽ സാധ്യമാ. ശക്തിയോടെ ആരാധിച്ചേ കുഞ്ഞെ ഇന്ന് രാത്രിയിൽ, ദൈവത്തെ സ്തുതിക്കുന്ന രാത്രിയിൽ. ഓ ജീസസ്. യെസ്, നിന്റെ തലമുറ 1000ങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് വിരുദ്ധമായതാണ് ഇപ്പോൾ സംഭവിക്കുന്നതെങ്കിലും നീ ഭയപ്പെട്ടു പോകരുത്. കാരണം നിന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനായ ദൈവമാണ്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഒരനുകൂലമായത് നീ കാണുന്നില്ലെങ്കിലും നിന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. ഒന്നുകൂടെ കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറയാം. അപ്പൻ പ്രമാണത്തിന് വേണ്ടി തന്നെ ശപിച്ചു, പക്ഷെ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിച്ചു. നമ്മൾ പഠിക്കാൻ പോവാ ഉള്ള സമയം കൊണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. നമ്മുടെ കുറിവാക്യം മറക്കരുത്. അടുത്ത വാക്യം കുറിവാക്കിനടുത്ത്, എന്നുള്ളമേ അവിടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്, എൻ മനമേ അവിടെ യോഗത്തിന് ചേരരുത് എന്ന് അപ്പൻ പറഞ്ഞു. പുറപ്പാട് 2:1 വായിച്ചാട്ട് പാസ്റ്ററെ. മൈക്ക് ഓണാക്കി, മൈക്ക് ഓണാക്കിവിടെ. എന്നാൽ കേൾക്കണം എല്ലാവരും അതിനാ. എന്നാൽ ലേവ്യ കുടുംബത്തിലെ വായിച്ചോ പാസ്റ്ററെ, ഒരു പുരുഷൻ പോയി ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. ഇവിടെ മുഖത്തോട് നോക്കിയേ, കുറച്ച് ചെറുപ്പക്കാരെ ഇവിടെ ഉള്ളു, ശ്രദ്ധിക്കണം. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ലേവ്യൻ പരിഗ്രഹിക്കേണ്ടത് ലേവ്യ കന്യകയെ, വിവാഹം കഴിക്കേണ്ടത് ലേവ്യ കന്യകയെ. രക്ഷിക്കപ്പെട്ടവൻ വിവാഹം കഴിക്കേണ്ടത് രക്ഷിക്കപ്പെട്ട ദൈവവിധനെ ആയിരിക്കണം. നിങ്ങൾ സ്തോത്രമൊന്നും പറഞ്ഞില്ലല്ലോ. സ്നാനപ്പെട്ടവൻ വിവാഹം കഴിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ അഭിഷേകമുള്ള കൊച്ചിനെ വേണം വിവാഹം കഴിക്കാൻ. ഞാൻ ഈ ദിവസങ്ങളിൽ ശക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിൽക്കരുത്. ഒരു പെണ്ണിന് വേണ്ടി, ഒരു ചെറുക്കിന് വേണ്ടി നീ യേശുവിനെ വീണ്ടും ക്രൂശിക്കരുത്. സ്തോത്ര ശക്തിയോട് കേൾക്കട്ടെ. ഈ അടുത്ത സമയത്ത് കോടതി വരാന്തകളിൽ 20ഓളം അമ്മമാരാണ് തലകറങ്ങി വീണത് മക്കളുടെ തീരുമാനം കേട്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 20 വർഷം ഒരു അമ്മ നൽകുന്ന സ്നേഹം, ഒരു മോക്ക് 20 വയസ്സ് വരെ നൽകുന്ന സ്നേഹം, ബസ് സ്റ്റാൻഡിൽ വെച്ചൊരു ചെറുക്കൻ പല്ലിളിച്ച് കാണിച്ചാൽ അവൻ്റെ പുറകിന് പോകുന്ന കാലമാണ്.
25 വയസ്സ് വരെ ആ മോനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നു. 25-ാമത്തെ വയസ്സിൽ പെങ്കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണടച്ച് കാണിച്ചപ്പോൾ ആ സ്നേഹം അവിടെ പുറകിന് പോയി. കോടതി വെച്ച് ചോദിച്ചു, 20 വർഷം 25 വർഷം നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അപ്പനെ വേണോ, ഇന്നലെ കണ്ട് ചെറുക്കനെ പെണ്ണിനെ വേണോ? ഇവിടെ മറുപടി അവനെ മതി. ഇത് കേട്ട് 10ഓളം അമ്മമാർ ഈ കഴിഞ്ഞ സമയം കൊണ്ട്, നിങ്ങൾ വാർത്ത ശ്രദ്ധിക്കണം, വലിയ വാർത്ത കേൾക്കുമ്പം ഓൺ ദ സ്പോട്ടിൽ സ്ട്രോക്ക് വന്ന് വീണു. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ദേവസ്യ സാറേ. കാർഡിയാക് അറസ്റ്റ് വന്ന് വീണു അപ്പന്മാർ. ഒരപ്പന്റെ വില നീ അറിയണമെങ്കിൽ നീ ഒരപ്പനാകണം. ഇതൊക്കെ പ്രസംഗിക്കാനൂടെ സുവിശേഷയോഗം. ഒരമ്മയുടെ വില അറിയണമെങ്കിൽ നീ ഒരമ്മയാകണം. ഇവിടെ പാസ്റ്റർമാരുടെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുകൂടെ ഞാൻ പറയുക, സ്തോത്ര കാഴ്ച വാങ്ങിച്ചാ നിന്നെ വളർത്തിയത്. പിടിയരി കൊണ്ടാ നീ വളർന്നത്. നിന്റെ അപ്പനെടുത്ത വേദപുസ്തകം നീ താഴെ വെക്കാൻ ഇടവരുത്തരുത്. ദൈവനാമത്തെ നീ അപമാനിക്കരുത്. സകല ചെറുപ്പക്കാരോടും പറയുന്നു, ദൈവസഭയ്ക്ക് നീ അപമാനം വരുത്തി വെക്കരുത്. രക്ഷിക്കപ്പെട്ട നീ രക്ഷിക്കപ്പെട്ടതയുടെ വിവാഹം കഴിക്കാവൂ. നീ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ഒതുങ്ങുന്ന നല്ലത് നീണ്ടു നിൽക്കുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഒരു ലേവ്യ പോയി ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവിടെ എന്നാൽ എന്ന് തുടങ്ങുന്നു. അതിന്റെ പിൻപിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലെന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യം എന്തെന്ന് ചോദിച്ചാൽ, 40 പേർ വരുന്ന ഇസ്രായേൽ ജനം പെരുകി. 3 തവണയുണ്ട് പെരുകി. ഈ ദൈവജനം കൂടുകല്ല, പെരുകുകയാണ്. ദൈവസഭ പെരുകും. ആരൊക്കെ സഭ വളരാതിരിക്കാൻ നോക്കിയാലും ദൈവം തന്നെ സഭയെ വളർത്തും. ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. 10 പേരിനകത്ത് പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. 15 എണ്ണത്തെ ദൈവം കൊണ്ടുവന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്.